പൈസ നിങ്ങൾക്ക് താങ്ങാൻ പറ്റാതാവെന്ന് പറഞ്ഞു. എന്നാൽ കാഷ്വാലിറ്റി നിറക്കുന്നത് നിങ്ങൾക്ക് അറിയാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞു, എൻ്റെ സാറേ ദൈവത്തെ നിങ്ങൾ കാഷ്വാലിറ്റിയിലാക്ക്, എൻ്റെ അമ്മ പൈസ കൊണ്ട് തരുമെന്ന് ഞാൻ പറഞ്ഞു. എൻ്റെ അമ്മ, എൻ്റെ കൃപാസനത്തിൽ അമ്മ പൈസ കൊണ്ട് തരും, നിങ്ങൾ കാഷ്വാലിറ്റിയിലാക്കാൻ പറഞ്ഞു. അവർ പറഞ്ഞു കൃപാസനത്തമ്മ ആരാന്ന് അവരിനോട് ചോദിക്കുക. എൻ്റെ അമ്മയെന്ന് പറഞ്ഞപ്പോൾ അവർ ഓർത്ത് എൻ്റെ അമ്മയായിരിക്കുന്നു. അവർ പരസ്പരം നോക്കി ചിരിച്ചു, മകളെ രീതിയില്ല, അമ്മ എങ്ങനെയായിരിക്കുന്നു. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. പരിശുദ്ധ അമ്മയ്ക്കും യേശുനാഥനും ആരാധനയും സ്തുതിയും സ്തോത്രം അർപ്പിക്കുന്നു. എൻ്റെ പേര് മേരി ജോസഫ്. ഞാൻ കോട്ടയത്തു നിന്ന് വരുന്നു. ഞാനിവിടെ പ്രധാനമായ ഒരു കാര്യം പറയാനാണ് വന്നിരിക്കുന്നത്. ഈ കഴിഞ്ഞ 17-ാം തീയതി എൻ്റെ ഭർത്താവ്, അമ്മ തന്നെ ഞങ്ങൾക്കൊരു ഉടമ്പടി വെച്ച് കിട്ടിയൊരു കടയാണ്, ഒരു പച്ചക്കറി കട. ആ കടയിൽ നിന്ന് ചോറുണ്ണാൻ ഉച്ചയ്ക്ക് വരുന്ന വഴിക്ക് കാട്ടുകുളവി എൻ്റെ ഭർത്താവിന് പൊതിയുകയും ആളെ കാണാൻ മേലാത്ത രീതിയിൽ കാട്ടുകുളവി പൊതിഞ്ഞ് തലയിൽ കിടന്ന് ഉരുണ്ടിട്ട് പോലും എഴുന്നേക്കാൻ വയ്യാത്ത അവസ്ഥയിലായിരുന്നു. അടുത്തൊരു വീട്ടിൽ ഓടിച്ചെന്ന് കയറുകയും പൈപ്പ് വലിയ ഓസിട്ട് ആ ചേട്ടനോട് പറഞ്ഞു, ഞാൻ ഓസൊന്നും എടുത്ത് എൻ്റെ ശരീരത്തെ അടിച്ച് ഈ കുളവിയെല്ലാം ഓടിച്ച് കളയാമെന്ന് ചോദിച്ച് അവർ കിണറ്റിലിട്ടിരുന്ന ഓസ് എടുത്ത് ഭർത്താവിൻ്റെ ദേഹത്ത് അടിച്ചു കൊടുക്കുകയും കുളവി എന്നിട്ടും പോയിട്ടില്ല. അങ്ങനെ അവർ നിന്ന നേരം കൊണ്ട് മഞ്ഞളൊക്കെ അരച്ച് തൂക്കുകയും ആ ചേട്ടൻ എന്നോട് ഓടി വന്ന് പറഞ്ഞു, ഇങ്ങനെ തൻ്റെ ഭർത്താവ് എവിടെ കുളവി കുത്തി. ഇപ്പം ഞാനോർത്ത് 1-2 ഒക്കെ ഉള്ളായിരിക്കുമെന്നാണ് വിചാരിച്ചത്. ചെന്ന് കണ്ടപ്പോൾ ആളെ കാണാൻ പോലും വയ്യാത്ത രീതിയിൽ കുളവി പൊതിഞ്ഞിരിക്കുകയായിരുന്നു. അവർ പറഞ്ഞു പെട്ടെന്ന് ആശുപത്രി കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. ഞാൻ നോക്കുമ്പോൾ കണ്ണെല്ലാം കുത്തി, രക്തം ഒഴുകുന്ന രീതിയിൽ കണ്ണെല്ലാം കുത്തി, ചുണ്ടെല്ലാം തടിച്ച് ആളെ എന്താണെന്ന് പോലെ അറിയാൻ മേലാതെ പെട്ടെന്ന് തന്നെ ഒരു ഓട്ടോ വരിക, ഓട്ടോയിൽ കയറ്റി മെഡിക്കൽ കോളേജിന് കൊണ്ട്. ഞാൻ നിന്ന ഡ്രസ്സിലൊക്കെയാണ് പോയത്. എൻ്റെ മോന് ശരിക്കൊരു അറിവില്ലാത്തൊരു കുഞ്ഞൻ, 30 വയസ്സുണ്ടെങ്കിലും അവന് അതിൻ്റേതായ അറിവൊന്നുമില്ല. അവനെയും കൂട്ടി ഞങ്ങൾ നേരെ മെഡിക്കൽ കോളേജിന് പോകാനായിരുന്നെങ്കിൽ എനിക്ക് തോന്നി മെഡിക്കൽ കോളേജ് വരെ എത്താൻ സാധിക്കില്ല എന്ന് തോന്നിയപ്പോൾ ഏറ്റുമാനൂരെ കഴിഞ്ഞപ്പം ഛർദ്ദിക്കാൻ തുടങ്ങി. കാരിത്താസ് ഇപ്പോൾ അടുക്കാറായപ്പോഴത്തേക്കും ബോധം കെട്ട് എൻ്റെ മടിയിൽ വീഴുകയും ചെയ്തു. ഞാൻ മെഡിക്കൽ കോളേജ് വരെ കൊണ്ടുപോയ എൻ്റെ ഭർത്താവിനെ എനിക്ക് കിട്ടിയെന്നറിയാമായിരുന്നു. ഞാൻ കാരിത്താസ് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ കാഷ്വാലിറ്റി കയറ്റിയപ്പോഴത്തേനും ഡോക്ടർ പറഞ്ഞു ആളിന് ക്രിട്ടിക്കലാണ്, വെൻറ്റിലേറ്ററിനാക്കാൻ പോകാമെന്ന് പറഞ്ഞു. എൻ്റെ സമാധാനം തെറ്റിപ്പോയി. ഞാൻ എൻ്റെ അമ്മയെ വിളിച്ചു, എൻ്റെ അമ്മയെ കൃപാസന മാതാവേ നീ എവിടെയാണെന്ന് ചോദിച്ചു. 3 പ്രാവശ്യം ചോദിച്ചു, നീ എവിടെയാ, നീ എൻ്റെ അടുത്തില്ലേ എന്ന് ചോദിച്ചു. നീ എവിടെയാന്ന് ചോദിച്ചു. എൻ്റെ അമ്മയെ നീ ഇവിടെ ഇല്ലേ എന്ന് ചോദിച്ചു. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കാണാൻ പറ്റി, എൻ്റെ അമ്മ നിന്നോടത്തുനിന്ന് ഈ ചില്ല് പൊട്ടിച്ചിറങ്ങി എൻ്റെ അടുത്ത് വന്ന് ഇരുന്നതായിട്ട് ഞാൻ കണ്ടു. പരിശുദ്ധ അമ്മ എൻ്റെ അടുത്ത് നിന്ന് പറഞ്ഞു, നീ വിഷമിക്കാന്ന്, നീ ഉടമ്പിലെടുത്തവളല്ലേ, നീ എന്തിനു വിഷമിക്കരുതെന്ന് ചോദിച്ചു. എന്നോട് ക്യാഷ്വാലിറ്റി ചെന്നപ്പോൾ ഇതിൻ്റെ ബൈസ്റ്റാൻഡാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ബഹളം വെച്ച്, എന്തിനാ ഇതിങ്ങനെ, നിങ്ങൾ ഇപ്പം വരെ പോയ ആളല്ലേ, എന്തിനാ വെൻറ്റിലേറ്ററിനാക്കെന്ന് ചോദിച്ചു. എൻ്റെ സമ്മതം തെറ്റിപ്പോയി. PRO ഒക്കെ വന്നിട്ട് പറഞ്ഞു പെട്ടെന്ന് തന്നെ 6 എക്സ്റേ എടുത്തു. 4 ഡോക്ടർമാരിന്നാണ് അതിൻ്റെ മുള്ളുകളെല്ലാം ദേഹത്തുനിന്ന് പറിച്ചെടുത്തത്. PRO വന്നിട്ട് ചോദിച്ചു, ചേച്ചി നിങ്ങളെ കൊണ്ട് താങ്ങാൻ പറ്റത്തില്ല, നിങ്ങൾ നേരെ മെഡിക്കൽ കോളേജ് കൊണ്ടുപോക്കോ, വെൻറ്റിലേറ്ററിലൊക്കെ കയറ്റിയാൽ ഒരുപാട് പൈസയാകും, കാഷ്വാലിറ്റി തന്നെ 10 രൂപയോളാകും, വെൻറ്റിലേറ്ററിൽ താങ്ങാൻ നിങ്ങൾക്ക് ആൾക്കാരില്ലെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സാറേ ഞങ്ങൾക്ക് എല്ലാവരും ഉണ്ട്, എല്ലാവരും ജോലിയിലൊക്കെയാണ്. അപ്പോൾ പറഞ്ഞു നിങ്ങളെ കൊണ്ട് താങ്ങാൻ പറ്റത്തില്ല, നിങ്ങൾ എത്രയും പെട്ടെന്ന് മെഡിക്കൽ കോളേജ് കൊണ്ടുപോകണം പറഞ്ഞു. പൈസ നിങ്ങൾക്ക് താങ്ങാൻ പറ്റാതാവെന്ന് പറഞ്ഞു. എന്നാൽ കാഷ്വാലിറ്റി നിറക്കുന്നത് നിങ്ങൾക്ക് അറിയാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞു, എൻ്റെ സാറേ ദൈവത്തെ നിങ്ങൾ കാഷ്വാലിറ്റിയിലാക്ക്, എൻ്റെ അമ്മ പൈസ കൊണ്ട് തരുമെന്ന് ഞാൻ പറഞ്ഞു. എൻ്റെ അമ്മ, എൻ്റെ കൃപാസനത്തിൽ അമ്മ പൈസ കൊണ്ട് തരും, നിങ്ങൾ കാഷ്വാലിറ്റിയിലാക്കാൻ പറഞ്ഞു. അവർ പറഞ്ഞു കൃപാസനത്തമ്മ ആരാന്ന് അവരിനോട് ചോദിക്കുക. എൻ്റെ അമ്മയെന്ന് പറഞ്ഞപ്പോൾ അവർ ഓർത്ത് എൻ്റെ അമ്മയായിരിക്കുന്നു. അവർ പരസ്പരം നോക്കി ചിരിച്ചു, മകളെ രീതിയില്ല, അമ്മ എങ്ങനെയായിരിക്കുന്നു. ഞാൻ പറഞ്ഞു എൻ്റെ അമ്മ കൊണ്ടുതരും, നിങ്ങൾ പേഷ്യൻറ്റിനെ നിങ്ങൾ അഡ്മിറ്റ് ആക്കാൻ പറഞ്ഞു. പെട്ടെന്ന് തന്നെ അവർ ICU കൊണ്ടാക്കുകയും അവർ ക്രിട്ടിക്കലാണ് ചോദിക്കുമ്പോഴൊക്കെ അവർ പറയുന്നത് ക്രിട്ടിക്കലാ ഒരു പറയാറായിട്ടില്ല എന്ന് പറയുന്നത്. ഈ നീര് വന്ന് ശ്വാസകോശം പുറത്തുള്ള നീരകത്തോട്ടടഞ്ഞ് ശ്വാസനാളം അടഞ്ഞു പോയി, ആദ്യത്തെ ഓർഗൻസ് എല്ലാം പ്രവർത്തനരഹിതമായി, ബ്ലഡിലേക്ക് അതിൻ്റെ വിഷാംശം കടന്നുപോയി, ആകെ
ഈ വന്നയാൾ ഒരു കട്ടിൽ നിറച്ചായി എത്രയും പെട്ടെന്ന്. ഞാൻ അമ്മയോട് പറഞ്ഞു, എൻ്റെ അമ്മേ, ഞാൻ 19 ഉടമ്പടി എടുത്ത മകളല്ലേ, ഞാൻ വിഷമിക്കുന്നു, നീ കാണുന്നില്ല എന്ന് ചോദിച്ചു. ഒരു ദിവസം പോലും ഒരു മാസം പോലും മടങ്ങാതെ ഞാൻ നിൻ്റെ അടുത്ത് വരുന്ന മകളല്ലേ, നീ എന്നെ വിഷമിപ്പിക്കരുത്. എനിക്ക് നല്ല നല്ല വചനങ്ങൾ എൻ്റെ മനസ്സിൽ വരാൻ തുടങ്ങി. എന്തിനു വിഷമിക്കുന്നു, നീ ഉടമ്പടി എടുത്തവളല്ലേ, എന്തിനാ നീ വിഷമിക്കുന്നത്, നീ എന്തിനാ സങ്കടപ്പെടുന്നത്, നിൻ്റെ പൈസയുടെ കാര്യം ഞാനല്ലേ ഏറ്റേക്കുന്നത്. ഒരു ദിവസമായപ്പം 40,000 രൂപയുടെ ബില്ല് വന്ന്. ഞാനൊന്നും അറിഞ്ഞില്ല സഹോദരങ്ങളെ. എൻ്റെ അടുത്ത് നിന്ന് ആൾക്കാരൊക്കെ 40, 50 കൊണ്ട് ഓരോ ബില്ല് ഓരോ ദിവസത്തെ അവരടച്ച്. എൻ്റെ അമ്മ ഇതെല്ലാം സേവ് ചെയ്യുമായിരുന്നു. ഞാൻ അറിഞ്ഞിട്ടില്ല. എൻ്റെ ഭർത്താവിൻ്റെ ബില്ല് ആരാ അടച്ചത് പോലും അറിയത്തില്ല. ഓരോ ബില്ല് വരുമ്പോഴും എന്നെ സഹായിക്കാൻ എൻ്റെ സഹോദരങ്ങളും എനിക്ക് വേണ്ട ആൾക്കാരൊക്കെ ഓരോ ദിവസത്തെ ബില്ല് വരുമ്പോഴും അത് അടച്ചുകൊണ്ടിരുന്നു. എൻ്റെ അമ്മ ഇതെല്ലാം സേവ് ചെയ്ത്. എൻ്റെ ഒരു 5 പൈസ പോലും ഇല്ലായിരുന്നു. 3 ദിവസമായപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ, കാലവിളമ്പം വന്നാലേ എവിടെ നിൽക്കും നമ്മൾ? ഞാൻ ചോദിച്ചു, കാലവിളമ്പം നീ വരത്തില്ലല്ലോ, ആ വെന്റിലേറ്റർ ഒന്നും എടുത്ത് മാറ്റ്. 2 ദിവസം കഴിഞ്ഞപ്പം ഡോക്ടർ പറഞ്ഞു, വെന്റിലേറ്ററിൻ്റെ ആവശ്യമില്ല, നമുക്ക് ഓക്സിജൻ ശകല അളവിൽ കൊടുത്താൽ മതി എന്ന് പറഞ്ഞ് വെന്റിലേറ്റർ മാറ്റി. എന്നെ നിങ്ങൾ കാശുവാലിറ്റി ഒന്ന് ICUലൊന്ന് കയറ്റി എനിക്ക് എൻ്റെ ഭർത്താവിനൊന്ന് കാണണമെന്ന് പറഞ്ഞ്. കാശ് രൂപം, ഉടമ്പടി കാശ് രൂപം എൻ്റെ കയ്യിൽ എപ്പോഴും ഉണ്ട്. ഞാൻ എന്നെ കാശുവാലിറ്റി ICU കയറ്റിയപ്പോൾ ഞാൻ ഉടമ്പടി കാശ് രൂപം പുള്ളി കണ്ണ് തെളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ തലയ്ക്ക് വെച്ച് പ്രാർത്ഥിച്ചു, വിഷമിക്കരുത്, നമ്മുടെ അമ്മ നമ്മളോട് കൂടെ ഉണ്ട്, നിങ്ങളൊന്നിനും വിഷമിക്കരുതെന്ന് പറഞ്ഞ് ഞാൻ കാശുരൂപം വെച്ച് തലയ്ക്ക് വെച്ച് പ്രാർത്ഥിച്ചു. ഞാൻ അവിടെ കൊടുത്തിട്ട് പോയാൽ അത് ICUലെ ഡ്രസ്സല്ലേ, കൈ മോശം വരുന്ന ഞാൻ കൈ കൊടുത്തില്ല. അങ്ങനെ ഓരോ ദിവസവും ഓരോ ബില്ലും അവർ എൻ്റെ നിന്ന ആൾക്കാർ തന്നെ, ഞാൻ അറിയാതെ തന്നെ അവർ എൻ്റെ അമ്മ ഇതിനെ സേവ് ചെയ്ത് എൻ്റെ സങ്കടം പോലെ 40,000 രൂപയുടെ ബില്ല് വന്നപ്പോൾ ഞാൻ BRAയുടെ അടുത്ത് എന്ന് പറഞ്ഞു, സാറേ പൈസ ആയിട്ടുണ്ട്. സാറ് പറഞ്ഞില്ലേ എന്നും ആകത്തില്ല, മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകേണ്ടി വരുമെന്ന്. എനിക്ക് എൻ്റെ പൈസ സാറിന് വേണം, ഇനിയും പൈസ സേവ് ചെയ്ത് വെച്ച് എൻ്റെ അമ്മ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ആ ഒറ്റ പൈസ പോലും ഞങ്ങളുടെ കയ്യിൽ നിന്ന് എടുക്കാതെ തന്നെ ഞങ്ങൾ തിരിച്ച് 5 ദിവസം കഴിഞ്ഞപ്പം വാർഡിലോട്ട് മാറ്റി. അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലോട്ട് പോകുന്നപ്പോൾ 25-ാം തീയതി എനിക്കൊരു പുതുക്കേണ്ട ഡേറ്റായിരുന്നു. ഞാൻ ആ ദിവസം എൻ്റെ ഹസ്ബൻഡുമായിട്ട് ഞങ്ങൾ ദിവസം ഇവിടെ വന്നിരുന്നു. എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റിയില്ല. തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നപ്പോൾ ഞങ്ങളുടെ 10,000 രൂപ മിച്ചം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ 5 പൈസ പോലും ഞങ്ങളുടെ ബില്ലും അടച്ച് ഞങ്ങളുടെ ചിലവിന് വേണ്ടിയിട്ട് അമ്മ 10,000 രൂപ മിച്ചം ഞങ്ങളുടെ കയ്യിൽ തന്നുവിട്ട്, ഇതിൽ കൂടെ എന്താ മക്കളെ അമ്മ ചെയ്യേണ്ടത്? കയ്യിലൊരു 5 രൂപ പോലും ഇല്ലാതെ പോയ ഞാൻ, എനിക്ക് ആഹാരത്തിനുള്ള പൈസ വരെ എനിക്ക് വീട്ടിൽ തന്ന് എൻ്റെ അമ്മ വിട്ട്. ഇത്രയും കാര്യങ്ങൾ ചെയ്തിരുന്ന അമ്മയെ നമുക്കൊരിക്കലും മറക്കാൻ പറ്റത്തില്ല. അത്രയൊരവസ്ഥയായിരുന്നു. കൂടാതെ 10 ദിവസം എൻ്റെ ആങ്ങളയുടെ ആ വിഷയം ഇപ്പം ഹസ്ബൻഡിനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോഴും ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുക. 10 ദിവസം കഴിഞ്ഞെല്ലാം പറഞ്ഞിരിക്കുക, കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ ഇനി വേറെ എൻ്റെ ആങ്ങളയുടെ മകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ സാക്ഷ്യം പറയുന്നത്. അവൾക്ക് 10 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലായിരുന്നു. അവൾക്ക് ഉടമ്പടിയിൽ അവളുടെ നിയോഗം ഞാൻ വെച്ചു. ആ നിയോഗം അനുസരിച്ച് അന്ന് ഇപ്പം കോവിഡിൻ്റെ ആ ക്രിട്ടിക്കൽ സമയത്തായിരുന്നു കുഞ്ഞ് പ്രഗ്നൻ്റ് ആയത്. ഇങ്ങോട്ടും ഇറങ്ങാൻ മേലാത്ത സമയത്തായിരുന്നു. അവൾക്ക് കോവിഡ് വരികയും അവൾ ആ മുറിയിലൊതുങ്ങി കൂടി അവൾ എന്നോട് പറഞ്ഞു, ആൻറ്റി എന്ത് ചെയ്യും, എനിക്ക് കോവിഡാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഏശയ്യാ പ്രവചനത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ഗർഭപാത്രം തന്നെന്ന് ഗർഭപാത്രത്തെ അടച്ചു കളയുമോ, ജന്മം തന്നെന്ന് ഞാൻ ഇല്ലാതാക്കുമോ എന്ന് ഏശയ്യാ പ്രവചനത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ ആ വചനങ്ങളൊക്കെ എടുത്ത് അവൾക്ക് വാട്സപ്പ് അയച്ചു കൊടുക്കും. ജപമാല ചൊല്ലി അമ്മയോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. 7 മാസമായപ്പോൾ കുഞ്ഞിന് ബ്ലീഡിങ് ഉണ്ടാകുകയും ഹോസ്പിറ്റലിലാക്കി. ഒരു ഓവറിയിൽ സിസ്റ്റ് വന്ന് കുഞ്ഞിനോ തള്ളയോ എന്ന അവസ്ഥയിലായിപ്പോയി. അപ്പോഴും ഞാൻ നല്ല നല്ല വചനങ്ങൾ, ബൈബിൾ വചനങ്ങൾ നോക്കി ആ കുഞ്ഞിനെ അയച്ചു കൊടുക്കുകയും അവളത് വെച്ച് പ്രാർത്ഥിക്കുകയും ഉടമ്പടി തൈലം, തേന്, ഉപ്പ് ഇതെല്ലാം ഞാൻ അവളുടെ കയ്യിൽ കൊണ്ടു കൊടുക്കുകയും ചെയ്യുമായിരുന്നു. ഡോക്ടർ പറഞ്ഞു ഒരു ഓവറി കളഞ്ഞു എങ്കിലും കുഞ്ഞിനെ കിട്ടുമോ എന്നറിയാൻ പാടില്ല എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കാൻ മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ. അപ്പോൾ ഒരു കുഴപ്പവും കൂടാതെ സിസേറിയനായിരുന്നു. കുഞ്ഞുണ്ടായി. ഇപ്പോൾ അവൾക്ക് 8 മാസം കഴിഞ്ഞു. തന്ന എല്ലാ അനുഗ്രഹങ്ങളെ ഓർത്ത് അമ്മയ്ക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. പിന്നെ എൻ്റെ ആങ്ങളുടെ മകൾക്ക് UK പോകാനായിട്ട് എല്ലാ കാര്യങ്ങളും പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹത്താലെല്ലാം നടന്നു. അവൾ യാത്ര പറയാൻ ഞങ്ങളുടെ അടുത്ത് വന്നപ്പോൾ പരിശുദ്ധ അമ്മയുടെ ഒരു ഫോട്ടോ ഞാൻ അവളുടെ കൊടുത്തു. എൻ്റെ ഈ പൈസയൊന്നുമില്ല മോളെ, തന്നുവിടാൻ, നിനക്കെല്ലാം കൊണ്ടും 1 കോടി രൂപയുടെ ആസ്തിയാണ് നിൻ്റെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. അവളിപ്പോഴും സുഖമായിട്ട് തന്നെ
UK ജോലി ചെയ്യുന്നുണ്ട്. ഇത്രയും അനുഗ്രഹങ്ങളൊക്കെ തന്ന അമ്മയ്ക്ക് നന്ദി പറഞ്ഞാൽ തീരാത്ത വലിയ കൃപയാണ് അമ്മ തന്നിരിക്കുന്നത്. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഇത് പറയാതെ പോയാൽ ഞങ്ങൾക്കത് തീരാതെ നഷ്ടമാകും. ഞാൻ കഴിഞ്ഞ ആഴ്ചയിലും വന്നതാണ്, പറയാൻ പറ്റിയില്ല. എൻ്റെ അമ്മയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ദൈവമേ സ്തോത്രം, ദൈവമേ നന്ദി. പരിശുദ്ധാത്മാവേ സ്തോത്രം, പരിശുദ്ധാത്മാവേ നന്ദി. ദൈവത്തിന് മഹത്വം.